കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയതിനെതിരെ ഡി അശോക് IAS കോടതിയെ സമീപിച്ചത്. സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിനെതിരെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. അതൊരു ഭരണഘടനാപരമായിട്ടും റൂൾ ഓഫ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, കെ ജയകുമാറും മറ്റ് അംഗങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്ന പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. അത് ഈ മാസം ഇപ്പോൾ ഒരു പീക്കിലെത്തിക്കുന്ന സമയമാണ്. അപ്പൊ ദേവസ്വം ബോർഡിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങളും ഇതുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി IAS ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ അപ്പോയിന്റ്മെന്റിനെതിരെ കോടതി പോകാമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമുക്കറിയാം എത്ര വർഷം ഭരിച്ച ഒരാളല്ല. റൂൾ ഓഫ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നത് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇവിടെ ചോദിച്ച കാര്യം അദ്ദേഹം സർവീസിലിരിക്കുന്ന ഒരാളാണെന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ IAS റിട്ടയേർഡാണ്. ഇപ്പോൾ റിട്ടയേർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പലതരത്തിൽ സേവനം നടത്താൻ അദ്ദേഹം അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു ഭാഗം വന്നത് ഇദ്ദേഹവും ബോർഡ് അംഗങ്ങളും തമ്മിൽ എന്തോ അസ്വാരസ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹത്തെ ബോർഡ് അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്നൊരു മനുഷ്യനാണല്ലോ ജയകുമാർ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണല്ലോ. കാരണം നിഷ്പക്ഷമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരാളാണ്. നല്ല കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നിർവഹിക്കും. അതിൽ നല്ല ചടുലതയും ഉണ്ടാകും. അപ്പോൾ നല്ല നിലക്ക് തന്നെ ഈ കാലയളവ് അദ്ദേഹത്തിൻ്റെ സേവനം ശബരിമലക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.